മുട്ട പൊളിച്ചോലെ കവളും എനിക്കൊന്നും വേണ്ട. ഇവക്കൊരു നിയമം, എനിക്ക് വേറൊരു നിയമം. ഒരമ്മ മക്കളോട് ഇങ്ങനെ പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ലമ്മേ. ഈ കാര്യത്തിൽ ഞാൻ പാർഷ്യാലിറ്റി കാണിക്കും, നീ അനുസരിച്ചോണം. ഇല്ലെങ്കിൽ ബാക്കി ഞാൻ ഇപ്പൊ പറയുന്നില്ല. ദാ മോളെ. നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചമ്മി നാറിക്കോളാന്ന് നീ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? കഷ്ടം തന്നെ. ടയറിന്റെ കാറ്റ് പോയല്ലോ, ഇന്ന് വൈകും. കരുനാഗത്തിന്റെ വായിലിരിക്കുന്ന കേൾക്കേണ്ടിയും വരും. പുറപ്പെടുമ്പോ ആരെയാണാവോ കണി കണ്ടത്? ഇവിടെ എവിടെയെങ്കിലും പഞ്ചറൊട്ടിക്കുന്ന കട ഉണ്ടാവോ? ആരോടൊന്ന് ചോദിക്കാം. പഞ്ചറൊട്ടിക്കുന്ന കടയൊന്നും കാണുന്നുമില്ല. നോക്കാം. അതൊരു പഞ്ചർ കടയാണല്ലോ. ചേട്ടാ, എന്താ വേണ്ടേ? ടയർ പഞ്ചറായി, പെട്ടെന്ന് ഒട്ടിച്ചതാ, ജോലിക്ക് പോകാനുള്ളതാ. ഇത് വാൽ ട്യൂബ് പോയതാ. പെട്ടെന്ന് ഒട്ടിച്ചതാ, ജോലിക്ക് പോകാനുള്ളതാ. ഇത് വാൽ ട്യൂബ് പോയതാ. മാറ്റിയിടാൻ 50 രൂപ. 50 രൂപയോ? അതെ. ഒരു പഞ്ചറെങ്കിലും ഒട്ടിക്കാൻ ആരെങ്കിലും വന്നിട്ട് 2 ആഴ്ചയായി. 50 രൂപ കിട്ടിയിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കായിരുന്നു. തരാം, ചേട്ടാ മാറ്റിയിട്. ശരി. പാറുമല്ലേ അത്? അവളുടെ സൈക്കിള് പഞ്ചറായെന്നാ തോന്നുന്നേ. ചേട്ടാ, ടയറ് പഞ്ചറായി, പെട്ടെന്നൊന്ന് ഒട്ടിച്ചു തന്നെ, ജോലിക്ക് പോകുന്ന വഴിയാ. പ്രിയൻ ചേട്ടാ, പാറു ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. എന്തുപറ്റി? ടയറ് പഞ്ചറായോ? നമ്മൾ രണ്ടുപേരും ഒന്ന് ഒരാളെ കണികണ്ടേ തോന്നുന്നു. എന്റെ ബൈക്കിന്റെ ടയറും പഞ്ചറായി. പാറു ഒരു കാര്യം ചെയ്യേ, കുറച്ച് ലേറ്റ് ആവുമെന്ന് ജയന്തിയെ വിളിച്ച് പറയേ. ഇവിടെ റേഞ്ച് കിട്ടില്ല, അങ്ങോട്ട് മാറിയെന്ന് വിളിച്ചാലേ കിട്ടൂ. ഏത് ടയറാ പഞ്ചറായത്? ടയറൊന്നും പഞ്ചറായിട്ടില്ല, ഞാൻ കള്ളം പറഞ്ഞതാ. കള്ളം പറഞ്ഞതോ? അതെ ചേട്ടാ, പക്ഷെ അവളുടെ മുന്നിൽ വെച്ച് ചേട്ടൻ പറയണം 2 ടയറും പഞ്ചറാണെന്ന്. ശരിയാക്കാൻ 1-2 മണിക്കൂർ എടുക്കുമെന്ന്. ലവ് ആണല്ലേ? കള്ളം പറയാൻ എനിക്ക് മടിയൊന്നുമില്ല, പക്ഷെ എനിക്കെന്താ ഗുണം? ഇത്രയും കൂടെ മതിയോ? തൽക്കാലം ഇത് മതി. നമ്മള് രണ്ടാളും ലേറ്റ് ആവുമെന്ന് ഞാൻ ജയന്തി ചേച്ചി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സാറേ, ഇത് ശരിയാക്കാൻ കുറച്ച് സമയം എടുക്കും. അയ്യോ, അതൊന്നും പറ്റില്ല, പെട്ടെന്ന് ശരിയാക്കണം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ജോലിക്ക് പോകാനുള്ളതാ. ഇത് ശരിയാക്കാൻ 2 മണിക്കൂറെങ്കിലും എടുക്കും. അയ്യോ, 2 മണിക്കൂറോ? ഞാൻ എങ്ങനെ ഇപ്പൊ ജോലിക്ക് പോവാ? ചേട്ടാ, എന്റെ സൈക്കിൾ ശരിയായോ? കണ്ടില്ലേ, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അയ്യോ, എന്റെ കയ്യിൽ ചില്ലറയില്ല. സാരമില്ല, ചേട്ടൻ വെച്ചോ. പാറു, ഞാനും നിന്റെ കൂടെ സൈക്കിളിൽ വന്നോട്ടെ. സൈക്കിളിലോ? പഞ്ചർ ഒട്ടിക്കണമെങ്കിൽ 2 മണിക്കൂർ എടുക്കും. ഗാർമെന്റ്സിലാണെങ്കിൽ പിടിപ്പത് ജോലിയുണ്ട്. ലീവ് എടുക്കാൻ കരുനാഗൻ സമ്മതിക്കത്തുമില്ല. രണ്ടാളും ഒരു സ്ഥലത്താണോ ജോലി ചെയ്യണേ? അതേട്ടാ, ഒരേ കമ്പനിയില. അങ്ങനെയാണെങ്കിൽ കൂടെ കൂട്ടുമോളെ, വേറെ വഴിയില്ലാത്തോണ്ടല്ലേ.
പ്രിയഞ്ചേട്ട ഓടിക്കണം, ഞാൻ പുറകിലിരുന്നോളാം. അതിനെന്താ? കേറിയോ? പിടിച്ചിരുന്നോ? கண்ணால கதை பேச நீயும் கை கோர்த்து நடப்போட நானும் வேறென்ன வேணும் நீ மட்டும் போதும் தாங்காத பாரம் நான் தாங்கும் போதும் என தாங்கும் தூணாக நீதானடி யார் வந்த போதும் யார் போன போதும் நீ மட்டும் என விட்டு நீங்காதடி எனக்குன்னு ஒரு வானம் எனக்குன்னு ஒரு மேகம் மழை பொழியுது ஆத்தாடி அதுதானே நீயும் எனக்குன்னு ஒரு வானம் எனக்குன்னு ஒரு மேகம் மழை பொழியுது ஆத்தாடி அதுதானே நீயும் ஆத்தாடி அதுதானே நீயும் ஆத்தாடி அதுதானே நீயும் கண்ணால கதை பேச நீயும் கை கோர்த்து நடப்போட நானும் ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വരൂ. എനിക്ക് മനസ്സിലായില്ല. സർ, ഇതാണ് നന്ദൻ, ഇവിടുത്തെ പുതിയ സൂപ്പർവൈസർ. ഓ, നന്ദൻ. മനസ്സിലായി. ഇരിക്കും. താങ്ക് യു സാർ. പ്രിയൻ, ഇരിക്കും. നന്ദൻ ഈ കമ്പനിയെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഇവിടെയുള്ള എല്ലാവരും ഒരു ഫാമിലിയാ. സോ വെൽക്കം ടു അവർ ഫാമിലി. താങ്ക് യു സർ. നന്ദന് കൈലാഷ് സാറിനോട് എന്തോ പറയാനോടത്രേ. സാറിന്റെ മുന്നിൽ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത്. എന്താ നന്ദൻ, തനിക്ക് എന്നോട് പറയാനുള്ള? എന്റെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഇവിടുത്തെ രീതികൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ഞാൻ എല്ലായിടത്തും ഒന്ന് നടന്നു നോക്കി. ടൈലറിംഗ് സെക്ഷനിലും കട്ടിംഗ് സെക്ഷനിലും പാക്കിംഗ് സെക്ഷനിലും ഗോഡൌണിലും എല്ലാം ഒറ്റ നോട്ടത്തിൽ എല്ലാം പെർഫെക്റ്റ് ആണ്. താങ്ക് യു നന്ദൻ. നന്ദൻ പറഞ്ഞത് കൈലാഷ് സാർ ശ്രദ്ധിച്ചില്ലേ? ഒറ്റ നോട്ടത്തിൽ എല്ലാം പെർഫെക്റ്റ് ആണെന്നാണ് നന്ദൻ പറഞ്ഞത്. ശരിയായി നോക്കിയാൽ എല്ലാം പെർഫെക്റ്റ് അല്ല എന്നൊരു അർത്ഥം കൂടി ആ വാക്കിനില്ലേ? ശരിയാ. തുറന്നു പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. തുറന്നു പറയണം. എപ്പോഴും ഒരേ ജോലി ചെയ്യുന്ന ഒരേ സ്ഥലത്ത് പെരുമാറുന്ന ഞങ്ങൾക്ക് ഇവിടുത്തെ പോരായ്മകൾ തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇതുപോലുള്ള വേറൊരു കമ്പനിയിൽ ജോലി ചെയ്തവർക്ക് അവിടെ ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. അല്ല, ഞാൻ ഇതിനു മുമ്പ് ജോലി ചെയ്ത ഗാർമെന്റ്സുകളും ഈ ഗാർമെന്റ്സും തമ്മിലുള്ള പ്രധാന വ്യത്യാസം നമ്മൾ ഒട്ടും അപ്ഡേറ്റഡ് അല്ല എന്നുള്ളതാണ്. അപ്ഡേറ്റഡ് അല്ലെന്ന് പറഞ്ഞാൽ കൈലാഷ് സാറിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്ക. ഞാൻ ആദ്യം കണ്ടത് എന്താണെന്ന് പറയാം. ഞാൻ എല്ലാം നടന്നു കാണുമ്പോൾ ഇവിടുത്തെ ഒരു ജോലിക്കാരി, ഞാൻ പേര് ചോദിച്ചു, പാർവതി എന്നാണ് പറഞ്ഞത്. അവർക്ക് എടുക്കാൻ കഴിയുന്നതിലും 3-4 ഇരട്ടി ഭാരം ചുമന്നുകൊണ്ട് അതുവഴി പോകുന്നത് കണ്ടു. അത്രയും ഭാരം ഒരുമിച്ച് ചുമക്കണോ അതോ കുറച്ചായി കൊണ്ടുപോയാൽ പോരെന്ന് ഞാൻ ചോദിച്ചപ്പോ ഒറ്റയടിക്ക് അതൊക്കെ ചുമന്നുകൊണ്ട് പോകണമെന്നാണത്രേ അവർക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ. ഈ കാര്യം ഞാൻ കരുണാകരൻ സാറിനോട് ചോദിച്ചു. അത്രയും ഭാരം ചുമക്കാൻ അവൾക്ക് മടിയില്ല, അനാവശ്യമായി ഞാൻ അതിൽ തലയിടണ്ട എന്നാണ് എനിക്ക് കിട്ടിയ മറുപടി.